മഹാമാഘ മഹോത്സവം നിശ്ചയിച്ചതുപോലെ തന്നെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ. കുറ്റിപ്പുറത്ത് മുജാഹിദ് സമ്മേളനവും നോമ്പുതുറയും ഉൾപ്പെടെ ഭാരതപ്പുഴയിൽ നടത്തിയപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഹിന്ദുക്കൾ കുംഭമേള നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിനെന്ന് വിശ്വാസികൾ വ്യക്തമാക്കി. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുനാവായിൽ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നാളെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് നാളെ 16-ാം തീയതി ആരംഭിക്കുക. തുടർന്ന് 18-ാം തീയതി വരെ ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ഭാരതപ്പുഴയിൽ വളരെ വിപുലമായിട്ട് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി വിപുലമായിട്ട് തന്നെ ഒരുക്കങ്ങൾ നടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. 18-ന് മൗനി അമാവാസിക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടെ ഫെബ്രുവരി 3 മകൻ നക്ഷത്രം വരെയാണ് ഈ കേരളത്തിൻ്റെ കുംഭമേള നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. പ്രയാഗിലും മറ്റും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന നാഗസന്യാസിമാരുടെ സമൂഹമായ ജുന അഗാഡയാണ് തിരുനാവായിലെയും മേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. അഗാഡിയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ് ഈ മഹാമാഘ മഹോത്സവത്തിന് നേതൃത്വം വഹിക്കുക. ജനുവരി 3 മുതൽ ഫെബ്രുവരി 15 വരെയാണ് ഈ മാഘമാസം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരുനാവായിൽ മാഘമക ഉത്സവം എന്ന പേരിൽ ചെറിയ രീതിയിൽ ഉത്സവം നടന്നിരുന്നു. ഇത് വലിയ രീതിയിൽ ഇത്തവണ നടത്തുകയാണ്. മേള നടത്തുന്ന ദിവസങ്ങളിൽ വിവിധ പൂജകളും മറ്റുമൊക്കെ നടക്കും എന്നുള്ളതാണ്. ഈ നിള ആരതി ഉൾപ്പെടെ വലിയ പരിപാടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കൃത്യമായിട്ട് ഭാരതപ്പുഴയുടെ ഒരു പുഴയുടെ അപ്പുറത്ത് കൃത്യം പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയിലെ ഒരു മണൽത്തിട്ട, ആ മണൽത്തിട്ടയുടെ ഭാഗം മുഴുവൻ കാട് പിടിച്ച് കിടന്നതായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മണ്ണുമാന്തി യന്ത്രങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ശ്രമകരമായ ദൗത്യത്തിലൂടെ അതെല്ലാം വൃത്തിയാക്കി അവിടെ വിശ്വാസികൾക്കെത്തി, സന്യാസി വര്യന്മാർക്കെത്തി അവിടെ നിളാസ്നാനം നടത്തുന്നതിന് വേണ്ടിയാണ് അവിടെ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തുകൂടെ പാലം, താൽക്കാലിക പാലവും നമുക്ക് നിർമ്മിച്ചത് കാണാൻ സാധിക്കും. ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറെക്കുറെ 90% പൂർത്തിയായതാണ്. അത് അതിൻ്റെ മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കുന്നതിന് മുൻപേ ആയിട്ടായിരുന്നു റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തികൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. ഏതായാലും ഈ നിർമ്മാണ പ്രവർത്തികൾ സർക്കാർ അനുമതിയില്ല എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞെങ്കിലും അതിൽ നിന്ന് തങ്ങൾ പുറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംഘാടകർ പറയുന്നത്. ഇപ്പോൾ ഈ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പന്തലിൻ്റെ നിർമ്മാണം ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ആ നിർമ്മാണ പ്രവർത്തികൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. എല്ലാ തരത്തിലും പ്രൗഢിയോടുകൂടെ തന്നെ ഈ പരിപാടി ഇത്തവണ ഈ നവാമുകുന്ദൻ്റെ തട്ടകത്തിൽ നടത്തും എന്നുള്ളതാണ്. 2028 വലിയ രീതിയിലുള്ള പരിപാടിയായിട്ട് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംഘാടക സമിതിക്കൊക്കെ വലിയ രീതിയിൽ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസികൾ ഈ ഒരു പരിപാടിക്ക് എത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഏതായാലും നമുക്ക് ഈ സംഘാടകരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ നിർമ്മാണ പ്രവർത്തികളും ഇതിൻ്റെ പണികളുമൊക്കെ പുരോഗമിക്കുന്നത്? നിർമ്മാണ പ്രവൃത്തിയോടനുബന്ധിച്ച് 2-2.5 മാസമായിട്ട് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴല്ലേ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഗവൺമെൻറ്റിൻ്റെ അടുത്തും പോലീസിൻ്റെ അടുത്തുള്ളത് ക്രൗഡിൻ്റെ വിഷയമാണ് അവർ പറഞ്ഞത്. വണ്ടി സൗകര്യം ആ രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം എന്തൊരു പ്രോഗ്രാം നടക്കുമ്പോഴും അതിന് സംവിധാനം, വണ്ടി പാർക്കിങ്ങിൻ്റെ സംവിധാനം സംഘാടകരുടെ സംവിധാനമല്ല, അത് ഡിപ്പാർട്ട്മെൻറ്റ് സംവിധാനമാണ്. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം നടന്നു പോട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് വലിയൊരു പരിപാടി നടക്കില്ലേ. കുംഭമേള എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് തിരുനാവായിലൊരു കുംഭമേള നമ്മൾ സെറ്റാക്കുന്നത്. മാഘമകം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോഗ്രാം 10 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, മുൻവിധി കണ്ടിട്ടാണ് സംഘാടകർ നമ്മൾ വണ്ടി പാർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലങ്ങൾ പൈസ കൊടുത്തിട്ടും പൈസ കൊടുക്കാതെയും നമ്മൾ 70 ഏക്കർ സ്ഥലം നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം ഗവൺമെൻറ് സ്കൂള്, അതുപോലെ JTS കുറ്റിപ്പുറം, നമ്മൾ എവിടെ നമുക്കൊരു 10 വണ്ടി നിർത്താൻ കഴിയും ആ സ്ഥലങ്ങൾ മൊത്തം നമ്മൾ കാശ് കൊടുത്തിട്ടും കാശ് തരാതെ നമുക്ക് കുറേ ആൾക്കാർ നമ്മുടെ നാട്ടുകാർ നമുക്ക് സ്ഥലം തന്നിട്ടുണ്ട്. മൊത്തം 70 ഏക്കറിൻ്റെ കറക്റ്റ് എവിഡൻസ് നമ്മളെ തിരൂർ CAൻ്റെ കയ്യിൽ മീറ്റിങ്ങിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും ക്രൗഡ് സർവ്വസാധാരണ ഉണ്ടാവാറ്. ഇവിടെ വൈരങ്കോട് തെയ്യാട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുനാവായ പഞ്ചായത്തിൽ വൈരങ്കോട് വലിയൊരു തെയ്യാട്ടാണ് നടക്കുന്നത്. അവിടെ 2-2.5 ലക്ഷം ആൾക്കാർ ഒരു ദിവസം പങ്കെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ തിരുനാവായൻ്റെ അത്രയും സ്പേസ് ഒതുങ്ങാൻ കഴിയാത്തൊരു സ്ഥലത്താണ് 2.5 ലക്ഷം പേരെ പരിപാടി നടത്തുന്നത്. തിരുനാവായനെ സംബന്ധിച്ചിടത്തോളം ഒരു വാവുത്സവം വന്നു കഴിഞ്ഞാൽ ഒരു 50,000 പേരെ മാത്രം നമുക്കിവിടെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ബലിതർപ്പണം കഴിഞ്ഞിട്ട് 2 വഴിയായിട്ട് നമ്മൾ സേവാഭാരതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യാറ്.
അപ്പോൾ ഇതിലുപരിയായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിരുന്നു, ക്രൗഡ് ഉണ്ടായി കഴിഞ്ഞാൽ സംഘാടകരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ സംഘാടകർ ചെയ്യും. മാക്സിമം നിയമപാലകർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ സംഘാടകർ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും പരാജയം വന്നാൽ സംഘാടകർക്ക് മാത്രമല്ല പ്രശ്നം, അത് ഡിപ്പാർട്ട്മെൻറ്റിനും ഗവൺമെൻറ്റിനും ഒക്കെ പ്രശ്നം തന്നെയാണ്. എന്തു തന്നെ ആയാലും ശരി, നല്ല രീതിയിൽ ഈ കുംഭമേള നടത്തുന്നതിന് വേണ്ടി സംഘാടകരും പൊതു പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ലൊരു ടീമും ഇതിന് തയ്യാറായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊരു തടസ്സം എങ്ങനെയാണ് വന്നത്? അതായത് നിങ്ങൾ പറഞ്ഞു മാസങ്ങളായി ഇതിൻ്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 27-ാം തീയതിയാണ് നമ്മൾ JCB ഇറക്കി പുഴ നന്നാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ നവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ സ്ഥലമായിട്ടാണ് തോന്നുക. നമ്മൾ 18 ഏക്കർ സ്ഥലമാണ് നമ്മൾ നികത്തിയിട്ടുള്ളത്. 6 ഏക്കർ സ്ഥലം പൊതു പബ്ലിക്കിനാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞത് 10 ഏക്കർ സ്ഥലത്താണ് നമ്മൾ പന്തൽ ആസൂത്രണം ചെയ്തിരുന്നത്, ജർമ്മൻ മോഡൽ പന്തൽ. അതുപോലെ തന്നെ നമ്മൾ പൂജ വിധിക്കുള്ള ഓലപ്പന്തൽ, സ്റ്റാളുകൾ, ഇരിപ്പിടങ്ങൾ, വളണ്ടിയേഴ്സ്, പോലീസ് സർവീസ് എല്ലാവർക്കും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ സമയം കൊണ്ട് സംഘാടകർ 3 മാസത്തിനുള്ളിൽ എല്ലാ പ്ലാനും വരച്ച് നമ്മൾ നിയമപാലകരെടുത്ത് നമ്മൾ 2 മാസമായിട്ട് നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിഷയം വന്നാലും ശരി, നമുക്ക് എസ് ഓർ നോ എന്ന് പറയാനുള്ള ഒരു കടമയും ഒരു കർത്തവ്യവും ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. സാധാരണക്കാരുടെ അടുത്തല്ലല്ലോ നമ്മൾ പോണത്. കുംഭമേള നടക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മുജാഹിദിൻ്റെ സമ്മേളനം നടന്നില്ല കുറ്റിപ്പുറത്ത്, നമ്മൾ വേർതിരിച്ച് പറയില്ല, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാരതപ്പുഴ കുറ്റിപ്പുറം താഴത്താണ് നടന്നത്. കുറ്റിപ്പുറം നമ്മളെ പാലത്തിൻ്റെ താഴത്താണ് പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ അന്നില്ലാത്തൊരു പ്രശ്നം. ഈ പരിപാടി 27-ാം തീയതി 5 JCB വെച്ച് നമ്മൾ പുഴ നികത്തുമ്പോൾ അവർക്ക് പറയായിരുന്നു, സ്റ്റോക്ക് ഗവൺമെൻറ് വില്ലേജ് ഓഫീസർക്ക് വരായിരുന്നു, ഇവിടെ കഴിയില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ തവനൂർ വില്ലേജിൽ, അതുപോലെ തവനൂർ പഞ്ചായത്തിൽ പ്രസിഡൻറ്റിന്, സെക്രട്ടറിക്ക്, തിരുനാവായിൽ, ഇതിൽ ശരിക്കും പറഞ്ഞാൽ തിരുനാവായ പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അവിടുത്തെ പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും മെമ്പർമാരെല്ലാവരും ഒന്നടങ്കം അവർക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ട്. ഇതെന്താ നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, അവർക്കൊരു ബോധമുണ്ട്. ഇത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇതിൻ്റെ ഓരോ പൾസും നമുക്കറിയുന്നതാണ്. ഞാൻ പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. കമ്മിറ്റിൻ്റെ കൂടെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ കൂടെ ഉണ്ടായതാണ്. RDO എടുത്താലും കളക്ടർ എടുത്താലും DSP, CI, വില്ലേജ്, താലൂക്ക്, പഞ്ചായത്ത്, തവനൂർ പഞ്ചായത്ത്, ഈ സമയം വരെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടായതാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലായി. ഒരു വിഭാഗത്തിന് ഒരു പരിപാടി നടത്താൻ പുഴ അനുവദിക്കില്ല, ബാക്കി വിഭാഗത്തിനൊക്കെ പുഴ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം നോൽമ്പ് വന്നു കഴിഞ്ഞാൽ മൊത്തം ടെൻ്റാണ് കെട്ടുന്നത്. നോൽമ്പ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടെൻറ്റ് കെട്ടി ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് അവിടെ നോൽമ്പ് ഉറപ്പിക്കൽ നടക്കുന്നുണ്ടല്ലോ. നടന്നോട്ടെ, നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരു ഫ്രീഡായിട്ട് നോലുമൊക്കെ നോട്ടി നല്ലൊരു പരിപാടി ചെയ്തോട്ടെ. പക്ഷേ ഹിന്ദുവിൻ്റെ ഒരു പരിപാടി വരുമ്പോൾ അതിന് തടസ്സം നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തും ഈ പ്രോഗ്രാം നമ്മൾ നടത്തും. ഭാരതപ്പുഴയിൽ നമുക്ക് കുളിക്കാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല, ആരതി നടത്താൻ പാടില്ല എന്ന് പറയില്ല, ചെരാത് കത്തിക്കാൻ പാടില്ല എന്ന് പറയില്ല, നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറയില്ല. ഇതൊക്കെ ഇതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ നടക്കും. ഈ ആചാരപ്രകാരം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്, സ്വാമികൾ എന്തൊക്കെ പൂജകൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രയും കാലമായിട്ട് നമ്മൾ 10 വർഷമായിട്ട് കുംഭമേള എന്നുള്ള രീതിയിൽ മാഘമകം ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പരിപാടി വന്നിരുന്നു. ഇത് കുറച്ച് പേര് കൂടിയത് മാത്രം, പ്രോഗ്രാം കുറച്ച് വലുതായി മാത്രം. എന്തായാലും ഈ പരിപാടി വളരെ കൃത്യതയോട് കൂടിയിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും സംഘാടകരുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രോഗ്രാം നടത്തി വിജയിപ്പിക്കും. അതിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അത് തട്ടിമാറ്റി പ്രോഗ്രാം മുന്നോട്ട് പോകും. തന്നെയാണ് ഏതായാലും മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഇങ്ങനെ ഒരു ഉത്സവം ഇവിടെ നടക്കുമ്പോൾ? തീർച്ചയായിട്ടും നല്ലത്. ഒരുപാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കോളുകളുമൊക്കെ തന്നെ അല്ല, സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ലോകം മുഴുവൻ ഇവിടേക്ക് വരാൻ പോവുകയാണ്. അതായത് ആദ്യം നമ്മൾ സൗത്ത് ഇന്ത്യയിലത്തെ കുംഭമേള എന്നുള്ള രീതിയിലാണിത് സ്വാമി വിഭാവനം ചെയ്തതെങ്കിലും ഇന്നത് ലോകം മുഴുവൻ ഇങ്ങോട്ട് വരികയാണ്. പല ഫ്ലൈറ്റുകളും ബുക്ക് കഴിഞ്ഞു. ഇവിടെ ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ റൂമുകളും ഇപ്പോൾ ഓൾറെഡി ബുക്കഡാണ്. ഇതാരൊക്കെ ബുക്ക് ചെയ്തു, എവിടെ നിന്നൊക്കെ ബുക്ക് ചെയ്തു എന്ന് തന്നെ നമുക്കറിയില്ല. ഒക്കെ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പം സ്പെഷ്യൽ ട്രെയിനുകളടക്കം, ട്രെയിനിന് ഇപ്പോൾ സ്പെഷ്യൽ ഇത് അനുവദിച്ച് കഴിഞ്ഞു, സ്റ്റോപ്പുകൾ അനുവദിച്ച് കഴിഞ്ഞു. ഇതെല്ലാം പാരലായിട്ട് നടക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ KSRTC സ്പെഷ്യൽ സർവീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇത് വരുന്നു. നെടുമങ്ങാട് അടക്കം പല ഡെപ്പോകളിൽ നിന്നും ഈ അവരുടെ പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ വണ്ടികൾ വരുന്നു. ഇതെല്ലാം വരുമ്പോൾ നേരത്തെ പറഞ്ഞാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഇത്തരം വണ്ടികൾ ആളുകൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വേണം. ഇത് അടിസ്ഥാന സൗകര്യം നമ്മുടെ മാത്രം ഒരു കടമയല്ല. കാരണം ഇതൊരു പ്രദേശത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്, പ്രത്യേകിച്ച് കേരളത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇവിടെ നടക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട കടമ ഭരണകൂടത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജില്ലാ ഭരണകൂടമായിട്ട് അന്ന് സംസാരിച്ചതും ഈ വിഷയങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അന്നും അവരും ചോദിച്ചിരുന്നു ഇവിടെ എത്ര ആൾ വരും. ഈ ആളുകൾ വരിക എന്നുള്ളതല്ലോ, ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായി നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് ഇനി അവസാന നിമിഷങ്ങളിലും നമുക്കത് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡാണ്. അത് അവരുടെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. തന്നെയാണ് അനുമതികൾ ലഭിക്കുന്ന മുറയ്ക്ക് എത്രയും വേഗം തന്നെ പ്രവർത്തികൾ പൂർത്തിയാക്കും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ പറയുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ഈ ഉത്തർപ്രദേശിലൊക്കെ ഈ കുംഭമേള നടക്കുന്ന സമയത്ത് ആ കുംഭമേള എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന് തന്നെ എത്രത്തോളം വരുമാനം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊരു ഹൈന്ദവ ആചാരമാണെങ്കിൽ പോലും അത് ആ നാടിന് തന്നെ വലിയ രീതിയിൽ നികുതി പണമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിലുമൊക്കെ ആ കുംഭമേള ഉത്തർപ്രദേശിൽ മാറി എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സംസ്ഥാന സർക്കാരാണ് ശരിക്കും ഇത്തരം പരിപാടികൾക്ക് ഒരു സപ്പോർട്ട് നൽകി അതിനെ കൂടുതൽ കേമമാക്കുന്നതിന് വേണ്ടി അതിനെ കൂടുതൽ നല്ല രീതിയിൽ നടത്തിപ്പ് വേണ്ടി എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാവേണ്ടത്. ദൗർഭാഗ്യവശാൽ അതിവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും അവർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള നടപടികൾ ഇനിയെങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് സംഘാടകർ. അതുണ്ടായില്ലെങ്കിലും ഉത്സവം നിശ്ചയിച്ച പ്രകാരം തന്നെ കേമമായിട്ട് തന്നെ നടത്തും എന്നുള്ളതാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ.